കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമായി നമുക്ക് നഷ്ടമായത് അനേകം ജീവനുകളാണ്. ഔദ്യോഗിക കണക്ക് 222 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 400-ലധികം ആളുകളെ 402 ആളുകളാണ് ഇതിനോടകം മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കണക്കുകൾ. അതിൽ ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരിച്ചറിയപ്പെടാനാകാത്ത മൃതദേഹങ്ങൾ ഇന്ന് കൂട്ടത്തോടെ സംസ്കരിക്കുകയാണ് പുത്തുമലയിൽ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയിൽ നിന്നും അതോടൊപ്പം തന്നെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നും ഒക്കെ കണ്ടെത്തി തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എത്തിച്ചിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പുത്തുമലയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഇവരെ കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വിട്ടു നൽകിയ ഭൂമിയിലാണ്, മേപ്പാടി പഞ്ചായത്താണ് ഈ സ്ഥലം കണ്ടെത്തിയത്. നമുക്കറിയാം, പുത്തുമല ദുരന്തം 2019 ഉണ്ടായത്. അന്ന് 18ഓളം ജീവനുകൾ അവിടെ പൊലിഞ്ഞു. ആ വലിയ ദുരന്തത്തിന്റെ മുറിവുകൾ ഉണങ്ങാത്ത ഭൂമിയിലേക്ക് മരണപ്പെട്ടിട്ടും ഒരടയാളം പോലും അവശേഷിപ്പിക്കാത്ത കുറേയേറെ മനുഷ്യരെ അവിടെ അടക്കം ചെയ്യുകയാണ്. അതിന്റെ തത്സമയ വിവരങ്ങളിലേക്കൊക്കെ തന്നെയും നമുക്ക് ഉടനടി എത്താം. അവിടെ നിന്ന് ഡാൻ കുര്യൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. തിരിച്ചറിയാനാകാത്ത 189 മൃതദേഹങ്ങളാണ് അല്പസമയത്തിനകം പുത്തുമലയിൽ ഈ സജ്ജീകരിച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് ഇന്ന് അടക്കം ചെയ്യുക. 31 മൃതദേഹങ്ങളും അതിൽ 158 ശരീരഭാഗങ്ങളുമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. അതായത് പൂർണ്ണമായ ഒരു മൃതദേഹം പോലും കണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പലരുടെയും സാഹചര്യം എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. ശരീരാവശിഷ്ടങ്ങൾ മാത്രമേ പലരുടെയും നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ ഒരു 158 ശരീരഭാഗങ്ങളാണ് അത്തരത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിനൊപ്പം 38 മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്തത്. അങ്ങനെ 189 മൃതദേഹങ്ങൾ ഇന്ന് അവിടെ ഇപ്പോൾ കൂട്ടത്തോടെ സംസ്കരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സർവമത പ്രാർത്ഥനയോടുകൂടിയിട്ടാകും അവിടെ ഇന്ന് ഈ ചടങ്ങുകൾ നടക്കുക. പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് സംസ്കാരം നടക്കുക എന്നുള്ളത് അധികൃതർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മേപ്പാടിയിലെ താൽക്കാലിക മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ ഇവിടേക്ക് എത്തിക്കും. ഡാൻ കുര്യനും MS അനീഷ് കുമാറും അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം പുത്തുമലയിൽ നിന്ന് ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 402 എന്നുള്ളതാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നും അടക്കം കണ്ടെടുത്തവരിൽ 180 എണ്ണം ശരീരഭാഗങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അതേസമയം ഔദ്യോഗിക കണക്കനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 222 മരണങ്ങളാണ് സർക്കാർ കണക്കുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ മറുസൈഡിൽ പുരോഗമിച്ചുകൊണ്ടുമിരിക്കുകയാണ്. ഡാൻ കുര്യൻ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, തിരിച്ചറിയപ്പെടാത്ത 180 മൃതദേഹങ്ങളാണ് ഇന്ന് അവിടെ കൂട്ടത്തോടെ സംസ്കരിക്കുന്നത്. ഒരു പേര് പോലും അവശേഷിപ്പിക്കാതെ അത്തരത്തിൽ അവരുടെ ഒരു ഐഡന്റിറ്റി പോലും ഒരടയാളങ്ങളും അവശേഷിപ്പിക്കാതെ മൺമറഞ്ഞു പോയ മനുഷ്യർ, അവരെയാണ് ഇന്ന് അവിടെ സംസ്കരിക്കുന്നത്. സർവമത പ്രാർത്ഥനയോടുകൂടി സംസ്കരിക്കും. പക്ഷെ ആരാണ് അവർ എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ ഉറ്റവർക്ക് അത് അറിയേണ്ടതുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചതിനു ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക, അല്ലേ? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ 8 മൃതദേഹങ്ങളാണ് ഇവിടെ ഇതുപോലെ ഈ തിരിച്ചറിയാൻ കഴിയാത്ത 8 മൃതദേഹങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വരിയിൽ ഇങ്ങനെ നിരത്തി ഇന്നലെ സംസ്കരിച്ചത്. രാത്രി 11 മണിയോടെയായിരുന്നു ആ ചടങ്ങുകളൊക്കെ പൂർത്തിയായത്. സമാനമായ തരത്തിൽ 189 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 189 മൃതദേഹങ്ങളായിരിക്കും ഇന്ന് ഇവിടെ സംസ്കരിക്കുക പുത്തുമലയിൽ. സ്വാഭാവികമായി ഇതിൽ 31 മൃതദേഹങ്ങൾ മാത്രമേ പൂർണ്ണമായി, അതായത് ഒരു ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ള നിലയിൽ 31 മൃതദേഹങ്ങൾ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണ്. നമുക്കറിയാം, അത് തിരിച്ചറിയാൻ ഒരു തരത്തിലും കഴിയാത്ത സ്ഥിതിയിലാണ് കണ്ടെടുത്തത്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങൾ അല്പസമയം മുമ്പ് ചൂരൽമലയിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവിടെ ഉദ്യോഗസ്ഥർ, അവിടെ ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അവിടെ നിന്ന് ഈ പുഴയിലൂടെ ചാലിയാറിലൂടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ചാടി ഈ നിലമ്പൂരിലേക്ക് ചാലിയാറിലേക്ക് എത്തുമ്പോൾ
ഏതാണ്ട് 38 കിലോമീറ്റർ ഈ മനുഷ്യ ശരീരം വലിയ പാറക്കെട്ടുകളിൽ ഇടിച്ച് ചെതറിപ്പോയ സാഹചര്യത്തിലാണ് പല ആളുകളുടെയും അവയവങ്ങളടക്കം പല ഭാഗങ്ങളുടെ കണ്ടെടുക്കുന്നത്. ഒരു തരത്തിലും അത് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. പക്ഷേ ഇത്രയും ദിവസം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വൈകിയത് അവരുടെ ബന്ധുക്കൾ ഏതെങ്കിലും തരത്തിൽ ഇത് ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് സഹായകരമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കൈമാറാൻ അവർക്ക് കഴിയുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയധികം ദിവസം അവർ കാത്തിരുന്നത്. പക്ഷേ 7 ദിവസം പിന്നിടുമ്പോഴും അതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയും ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ തന്നെ അവിടെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു വെല്ലുവിളിയായി ശ്രമകരമായി മാറുന്ന ഒരു ദൗത്യം ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോഴും ബന്ധുക്കളെ തേടി അലയുന്ന അവരുടെ ഉറ്റവരുടെ ആളുകളുടെ എല്ലാം രക്തസാമ്പിളുകളും മറ്റ് സ്രവ സാമ്പിളുകളും എടുത്തതിന് ശേഷം ഈ 189 മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ കളക്ട് ചെയ്ത് അവ കൃത്യമായി ഇനി വെച്ച് താമസിപ്പിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ സംസ്കരിക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായി കേരളത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കബറിടം നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. കാരണം പള്ളിയിലെ സെമിത്തേരികൾ മറ്റുമാണ് കൂട്ടമായി ഇങ്ങനെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ ഇങ്ങനെ കബറുകൾ ഒരുക്കുന്നത് പള്ളികളുടെയൊക്കെ മസ്ജിദുകളുടെയൊക്കെ കബറിടങ്ങളിലാണ്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായി ഒരേ സമയം ഇന്നലെ 38 കുഴികൾ ഇവിടെ എടുത്തിരുന്നു. അതിൽ 8 കബറുകളിൽ മൃതദേഹങ്ങൾ വെച്ചു. ബാക്കി ശേഷിക്കുന്ന 30 ഇടങ്ങൾ അതിന് പിന്നിലായി 190 കുഴിമാടങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പല ഭാഗങ്ങളിലായി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 189 മൃതദേഹ ഭാഗങ്ങളും 190 കുഴികളിലായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിനു മുകളിൽ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഇനിയിവർ അറിയപ്പെടാൻ പോകുന്നത് ഒരു പേരുകളിലുമായിരിക്കില്ല, മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ഈ സർവേ കല്ലുകൾക്ക് സമാനമായി ഇവിടെ കല്ലുകൾ വെച്ചിട്ടുണ്ട്. ആ കല്ലുകളിൽ ഓരോ നമ്പറുകൾ വെച്ചിട്ടുണ്ട്. ആ നമ്പറുകളുടെ പേരിലായിരിക്കും ഇനി ഈ ഖബറുകളിൽ ഉള്ള ആളുകൾ അറിയപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായി ഇനി ഏതെങ്കിലും തരത്തിൽ തുടർന്ന് നടത്തുന്ന പരിശോധനകളിൽ ഈ സ്രവ സാമ്പിളുകൾ തമ്മിൽ യോജിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്ന് ഈ ആരുടെ ബന്ധുക്കളെയാണോ നഷ്ടമായിരിക്കുന്നത് അവരെ തിരിച്ചറിയാൻ ആണ് ഇത്തരത്തിൽ ഈ നമ്പറുകൾ ഈ സർവേ കല്ലുകളിൽ ഇങ്ങനെ നമ്പറുകൾ വെച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അത് കൃത്യമായി മഷി കൊണ്ട് എഴുതിയിരിക്കുകയാണ്, മായ്ഞ്ഞു പോകാത്ത തരത്തിൽ. സ്വാഭാവികമായി ഇവിടെ ഇന്നെടുക്കുന്ന ഈ എല്ലാ കുഴികളിലും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ശേഷം ഈ 190 കുഴിമാടങ്ങളിലും സമാനമായ തരത്തിൽ ഈ കല്ലുകളിൽ നമ്പറുകൾ രേഖപ്പെടുത്തും. അതോടൊപ്പം അവരെ തിരിച്ചറിയാനുള്ള നമ്പറുകൾ മുഖേന തിരിച്ചറിയാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മഹസർ തയ്യാറാക്കിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഓരോ പഞ്ചായത്തുകളുടെയും പ്രതിനിധികൾ അടക്കം പഞ്ചായത്ത് ഓഫീസേഴ്സ് അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. സ്വാഭാവികമായി ശ്രീധന്യ IAS ആണ്, വയനാട്ടുകാരി കൂടിയാണ്. സ്വാഭാവികമായി അവർ അനൌദ്യോഗികമായി നാട്ടുകാരി എന്ന നിലയിൽ ഇവിടുത്തെ ഈ ചടങ്ങുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അല്പസമയം അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മൃതദേഹങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിളുകൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മേപ്പാടിയിൽ നിന്ന് ഇവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുമെന്നാണ് അല്പസമയം മുമ്പ് അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3:30 ശേഷമായിരിക്കാം മേപ്പാടിയിൽ നിന്ന് മൃതദേഹങ്ങൾ 10 ആംബുലൻസുകളിൽ വീതം, ആദ്യം 10, അതിനുശേഷം അങ്ങനെ 10 ആംബുലൻസുകളിൽ വീതമായിരിക്കും മൃതദേഹങ്ങൾ ഓരോ ഘട്ടമായി ഇവിടേക്ക് എത്തിക്കുക. അങ്ങനെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കരളലിയിക്കുന്ന കണ്ണീരിറ്റു വീഴുന്ന ദയനീയമായ ഒരു കാഴ്ചയ്ക്ക് അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ സാക്ഷിയാകാൻ പോവുകയാണ്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രത്തോളം ദയനീയമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രത്തോളം ഭീകരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണേണ്ടി വരുന്നത്. ഡാൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും അതായത് ഇന്നലെ 8 മൃതദേഹങ്ങൾ ആ ഭൂമിയിൽ തന്നെ സംസ്കരിക്കുകയുണ്ടായി. ആ സംസ്കരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അവരുടെ ഉറ്റവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തവർ, അല്ലെങ്കിൽ ലഭിച്ച മൃതദേഹങ്ങളിലൊന്നും അവരുടെ ഉറ്റവരെ കണ്ടെത്താൻ കഴിയാത്ത അനേകം ആളുകൾ അവിടേക്ക് എത്തി. അവരൊക്കെ നമ്മളോട് സംസാരിച്ച കാര്യം, ഒരുപക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാണ് ആ കുഴിയിലേക്ക് പോകുന്നത്, ആ സംസ്കാര ചടങ്ങിൽ അവിടെ സംസ്കരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ, ഇനി ആണെങ്കിലോ എന്ന് കരുതി എത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അവിടെ എത്തിയില്ലെങ്കിൽ അവർക്ക് വിഷമമാവില്ലേ, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കേണ്ടേ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർ വളരെ ദയനീയമായി പറഞ്ഞു. ഈ
ഒരു അഡ്രസ്സ് പോലും ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ മൺമറഞ്ഞു പോയ മനുഷ്യ ജീവിതങ്ങളെക്കാൾ ദുരിതമാണ് ഇത് കണ്ടു നിൽക്കേണ്ടി വരുന്ന, തങ്ങളുടെ ഉറ്റവരാണോ ഇത് എന്ന് പോലും അറിയാതെ അവിടെ എത്തി നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സാഹചര്യവും.